ഇന്ത്യൻ സേനയുടെ മനോവീര്യവും കരുത്തും തെളിയിക്കാൻ പാകിസ്ഥാനിൽ നിന്നും തൊടുത്തുവിട്ട ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ വെടിവെച്ചു വീഴ്ത്തിയ തുർക്കി നിർമ്മിത ഡ്രോൺ ഒരു പ്രദർശന വസ്തുവായി പ്രദർശിപ്പിച്ചു. ഇത് പാകിസ്ഥാനും ആ രാജ്യത്തിനു വേണ്ടി ആയുധങ്ങൾ നൽകി സഹായിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കുമായുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇന്ത്യക്കെതിരെ തലപൊക്കിയാൽ അടപടലം തകർത്തെറിയുമെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. ഇന്ത്യൻ സൈന്യം പുനർനിർമ്മിച്ച ഇഹ-3 അലഞ്ഞുതിരിയുന്ന ആയുധങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചു. പ്രധാന ഘടകങ്ങൾ കേടുകൂടാതെ പറക്കുമ്പോൾ നിർവീര്യമാക്കിയ ശേഷം കണ്ടെടുത്ത ഡ്രോൺ ഫലപ്രദമായ കൗണ്ടർ ഡ്രോൺ കഴിവുകളുടെ പ്രതീകമായി വർത്തിക്കുന്ന അതിന്റെ ഒതുക്കമുള്ള രൂപകൽപ്പനയും സാങ്കേതിക സവിശേഷതകളും പ്രദർശിപ്പിക്കുന്നതിനായി വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു. തുർക്കിയിലെ ബേക്കർ ടെക്നോളജീസും പാകിസ്ഥാന്റെ നാഷണൽ എയറോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇഹ-3 UMTAS ആന്റി ടാങ്ക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ നിന്ന് രൂപപ്പെടുത്തിയ ഒരു കാമികേസ് ഡ്രോൺ ആണ്. ട്യൂബുലാർ ഫ്യൂസലേജ്, ഏകദേശം 2 മീറ്റർ നീളമുള്ള ഫിക്സഡ് ചിറകുകൾ, റൺവേ അല്ലെങ്കിൽ കാറ്റാപൾട്ട് ലോഞ്ചുകൾക്കുള്ള ഡ്രൈ സൈക്കിൾ ലാൻഡിംഗ് ഗിയർ, പിന്നിൽ ഘടിപ്പിച്ച 2 സ്ട്രോക്ക് ഗ്യാസോലിൻ എഞ്ചിൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 100-200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത് 5 മുതൽ 10 കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടനാത്മക വാർഹെഡ് ഉപയോഗിച്ച് ഡൈവ് ചെയ്യുന്നതിന് മുൻപ് ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് മണിക്കൂറുകളോളം അലഞ്ഞു നടക്കുന്നു. ഉയർന്ന മൂല്യമുള്ള ആസ്തികളിൽ കൂട്ട ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് സിറിയ, ഉക്രൈൻ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സംയോജിത റഡാറുകൾ, ഇലക്ട്രോണിക് ജാമിംഗ്, കൈനറ്റിക് ഇന്റർസെപ്റ്ററുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ബഹുതല പ്രതിരോധങ്ങൾ അത്തരം താഴ്ന്നു പറക്കുന്ന ഭീഷണികൾക്കെതിരെ വളരെ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ കൃത്യമായ ആക്രമണങ്ങളെ തുടർന്ന് തീവ്രമായ പ്രതികാര നടപടിയായി പാകിസ്ഥാൻ വിന്യസിച്ച 100 കണക്കിന് തുർക്കി പാകിസ്ഥാൻ യുദ്ധോപകരണങ്ങളിൽ ബേക്കറും പാകിസ്ഥാന്റെ NASTPയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബൈക്കർ ഇഹ-3 ഉൾപ്പെടുന്നു. 2025 മെയ് 10 അമൃത്സറിലെ ഗാസ കന്റോൺമെന്റിന് മുകളിലൂടെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് അത്തരം നിരവധി ഡ്രോണുകൾ സിവിലിയൻ പ്രദേശങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തി. നവീകരിച്ച L-17 തോക്കുകളും ആകാശ് തീർ പോലുള്ള സംയോജിത സംവിധാനങ്ങളും ഉപയോഗിച്ച് ആർമി എയർ ഡിഫൻസ് യൂണിറ്റുകൾ വേഗത്തിൽ ഇടപെട്ട ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടു. അവശിഷ്ടങ്ങൾ തുറന്ന വയലുകളിൽ സുരക്ഷിതമായി ചിതറിക്കിടക്കുകയായിരുന്നു. 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ നിർണായക വിജയത്തെ അനുസ്മരിക്കുന്ന വിജയ ദിവാസ് ഈ പ്രദർശനത്തിന് അനുയോജ്യമായ ഒരു പശ്ചാത്തലം നൽകുന്നു. ഡിസംബർ 16 രാഷ്ട്രം അതിന്റെ വീരന്മാരെ ആദരിക്കുമ്പോൾ കരസേനാ മേധാവിയുടെ വസതിയിലെ ഇഹ-3 അവശിഷ്ടങ്ങൾ പഞ്ചാബിലെ സമതലങ്ങൾ മുതൽ ഉയർന്ന പ്രദേശങ്ങളിലെ അതിർത്തികൾ വരെയുള്ള ആധുനിക വിജയങ്ങളെ പ്രതീകപ്പെടുത്തും. ഇത് ജാഗ്രതയുടെയും സാങ്കേതിക മികവിന്റെയും സന്ദേശം ശക്തിപ്പെടുത്തും. ഇഹ-3യുടെ മോശം പ്രകടനത്തിന് ശേഷം പ്രശസ്തി തിരിച്ചടി നേരിട്ട തുർക്കിയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടാകുന്ന വിശാലമായ പ്രത്യാഘാതങ്ങളെയാണ് ഈ തീരുമാനം എടുത്തു കാണിക്കുന്നത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഇന്ത്യ തദ്ദേശീയ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നത് തുടരുമ്പോൾ അത്തരം ട്രോഫികൾ ദേശീയ അഭിമാനത്തെയും പരമാധികാരം സംരക്ഷിക്കുന്നതിൽ തദ്ദേശീയ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെയും ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.